ഡിസ്റ്റൻസ് ആൻഡ് എലിവേഷൻ ഫോർമുല ഫോർ സ്റ്റാഫ് വെർട്ടിക്കൽ ഇൻക്ലൈൻഡ് സൈറ്റ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു സ്റ്റേഡിയ ടാക്യോമെട്രി ആണെങ്കിൽ കൂടി നമ്മുടെ സ്റ്റാഫ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആക്സസിബിൾ ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഇനാക്സിബിൾ ആയിട്ടുള്ള ഒരു കേസ്, അതായത് ഹില്ലി ഏരിയാസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് താഴെ അല്ലെങ്കിൽ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് മുകളിൽ വരുന്ന കേസൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ കേസിൽ ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് കറക്റ്റ് വെർട്ടിക്കലായിട്ടാണ് വെച്ചിരുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഈ ലെവലിംഗ് സ്റ്റാഫ് പ്ലേസ് ചെയ്തത് കുറച്ച് ചെരിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം. അതായത് കറക്റ്റ് ഇങ്ങനെ പിടിക്കേണ്ടത് ആ സി എന്ന് പറയുന്ന, അതായത് നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ സെൻറ്റർ പോയിൻറ്റിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അത് കറക്റ്റ് സെയിം ആണ്. പക്ഷേ കുറച്ച് ഒരു തീറ്റ ആംഗിളിൽ ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ഇങ്ങനെ വെക്കേണ്ട ലെവലിംഗ് സ്റ്റാഫ് ഇങ്ങനെ ചെരിച്ചിട്ടാണ് നമ്മൾ വെച്ചത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ എലിവേഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എത്ര ഡിഗ്രി ആംഗിളിലാണ് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഈ ഒരു കേസാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കുക. ഡിസ്റ്റൻസ് ആൻഡ് എലിവേഷൻ ഫോർമുല ഫോർ സ്റ്റാഫ് വെർട്ടിക്കൽ ഇൻക്ലൈൻഡ് സൈറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് വെർട്ടിക്കൽ ആണെങ്കിലും ഇൻക്ലൈൻഡ് ആണെങ്കിലും സെയിം ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്നത് ഈ സൈഡിലേക്കാണ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഈ സൈഡിലോട്ട്. ഓക്കെ, അതായത് കറക്റ്റ് സ്റ്റാഫ് ഇങ്ങനെ നിൽക്കേണ്ടത് കുറച്ച് ചെരിഞ്ഞ് ഇങ്ങനെ നിന്നു. ഓക്കെ, ഈ രണ്ടും സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, ഏത് വെർട്ടിക്കലാണെങ്കിലും കുറച്ച് ചെരിഞ്ഞിട്ടാണെങ്കിലും സി എന്ന് പറയുന്ന പോയിന്റ് സെയിം ആണെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഹില്ലി ഏരിയയുടെ കേസാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റാണിത്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റാണ് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള വെർട്ടിക്കൽ ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് തീറ്റയായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ സ്റ്റേഷൻ പോയിന്റിലോട്ടുള്ള ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള പോയിന്റിലോട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത്, ക്യാപിറ്റൽ ഡി. ഓക്കെ, ഇനി എൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഹൊറിസോണ്ടലും അല്ല വെർട്ടിക്കലും അല്ല, ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ലെങ്ത് ആണ് എന്ത്, എൽ ആയിട്ട് പറയുന്നത്. ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ലെങ്ത് ആണ് എന്ത്, എൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് ചെരിഞ്ഞ് നിൽക്കുന്നത് നോക്കാം. കറക്റ്റ് വെർട്ടിക്കലായിട്ട് വെക്കുകയാണ് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് സി. ഓക്കെ, മുകളിലുള്ള സ്റ്റേഡിയ ഹെയറിൻ്റെ റീഡിംഗ് ആണ് എ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ വരുന്ന സ്റ്റേഡിയ ഹെയറിൻ്റെ റീഡിംഗ് ആണ് ബി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് കറക്റ്റ് താഴെയല്ല വരിക. നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെക്കുമ്പോൾ 3 പോയിൻ്റ്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് മുകളിൽ, ബി എന്ന് പറയുന്ന താഴത്ത്, സെൻറ്ററിൽ വരുന്ന സി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇത് ഈ ബി എന്ന് പറയുന്നത് കറക്റ്റ് നിലത്ത് തന്നെ ആവണമെന്നില്ല കേട്ടോ, നിലത്തല്ല വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫിഗറിൽ അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് തീറ്റ ആംഗിളിൽ ചെരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റ് തീറ്റ ആംഗിളിൽ ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എ ഡാഷ്. അതുപോലെ തന്നെ ബിയുടെ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്, ബി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന സെൻറ്റർ പോയിന്റിലോട്ട് നമ്മുടെ ഈ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റാണ് എന്ത്, സ്മോൾ ലെറ്റർ ആർ ആയിട്ട് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് എവിടെയാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും സി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ ആ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ അതുവരെയുള്ള ഹൈറ്റ്, അതായത് നമുക്ക് ലെവലിംഗ് സ്റ്റാഫിൽ കിട്ടുന്ന ആ ഒരു ഹൈറ്റ്, ആ ഒരു റീഡിങ്, അതാണ് എന്ത്, സ്മോൾ ലെറ്റർ ആർ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ വി എലിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈറ്റ് കാണാൻ അല്ലെങ്കിൽ എലിവേഷൻ കാണാനാണ് നമ്മൾ ഈ ഒരു ഫോർമുല ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ എലിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടല്ലോ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റ്, ആ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും ഈ സി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, അല്ലെങ്കിൽ എലിവേഷൻ ആണ് എന്ത്, വി ആയിട്ട് പറയുന്നത്. ലെവലിംഗ് സ്റ്റാഫിൽ നിന്നും സിയിലോട്ടുള്ളതാണ് സ്മോൾ ലെറ്റർ ആർ,
ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും സി എന്ന് പറയുന്ന പോയിന്റിലോട്ട്, അതായത് സെൻറ്റർ പോയിന്റിലോട്ടുള്ള ഹൈറ്റാണ് എന്ത് 6. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടല്ലോ, ആ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും സി എന്ന് പറയുന്ന ആ സെൻറ്റർ പോയിന്റിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എന്ത് വി എന്നും പറയുന്നത്. ഫ്രം ഫിഗർ കൺസിഡർ ദ ട്രയാങ്കിൾ A-A'(C). അതായത് ഈ ഫിഗറിൽ നിന്നും A-A'(C) എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും B-B'(C) എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ട്രയാങ്കിളിൻ്റെ എൻലാർജ് ചെയ്തൊരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാഫ്, അതുപോലെ തന്നെ ഇത് ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള സ്റ്റാഫ്. ഓക്കെ, എ എന്ന് പറയുന്നത് A' ആയിട്ട് തീറ്റ ആംഗിളിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റ് തീറ്റ ആംഗിളിൽ ചേർന്ന് നിൽക്കുന്ന ഇതാണ് B' ആയിട്ടും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സെൻറ്റർ പോയിന്റ് ആണ് സി. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ A-A'(C) എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും B-B'(C) എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിളും. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. B-B' എന്ന് പറയുന്നത് ഈ B' എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിലാണ്, A' എന്ന് പറയുന്ന പോയിന്റിലും റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തീറ്റ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് A-C എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ A'(C/AC) ആണ് വരിക. ഓക്കെ, കോസ് തീറ്റ എന്ന് പറയുന്നത് A'(C/AC) വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A'(C) എന്ന് പറയുന്നത് എന്താണ്, AC ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, A'(C) എന്ന് പറയുന്നത് AC ഇൻറ്റു കോസ് തീറ്റ. സിമിലർലി ഫോർ ട്രയാങ്കിൾ B-B'(C), കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണ് എന്ത് B'(C). അതേപോലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ BC ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ B'(C/BC) എന്ന് പറയാം. അപ്പോൾ B'(C)യുടെ വാല്യൂ BC ഇൻറ്റു കോസ് തീറ്റ എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി A'(B') എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ സ്റ്റാഫിൻ്റെ റീഡിങ് എന്ന് പറയുന്നത് നോക്കാം. A'(B') എന്ന് പറയുന്നത് നമുക്കറിയാം A'(C)യും അതുപോലെ തന്നെ B'(C)യും കൂടി ആഡ് ചെയ്തതാണ്. അപ്പോൾ A'(B') എന്ന് പറയുന്നത് A'(C+B'(C). ദാറ്റ് ഈസ് ഈക്വൽ ടു A'(C) നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് AC കോസ് തീറ്റ. അതുപോലെ തന്നെ B'(C) ആണ് എന്ത് BC കോസ് തീറ്റ. അപ്പോൾ AC കോസ് തീറ്റ പ്ലസ് BC കോസ് തീറ്റ എന്ന് എഴുതാം. ഈ രണ്ട് ടേമിലും കോസ് തീറ്റ കോമൺ ആയതുകൊണ്ട് തന്നെ കോസ് തീറ്റയെ നമുക്ക് പുറത്തെടുക്കാം. കോസ് തീറ്റ ഇൻറ്റു AC പ്ലസ് BC എന്ന് വരും. ഓക്കെ, ഇനി AC പ്ലസ് BC എന്ന് പറയുന്നത് എന്താണ്, AB എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റാണ്. അപ്പോൾ A'(B') എന്ന് പറയുന്നത് AB കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നോക്കാം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് D കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു D = KS+C. അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആണെങ്കിൽ കൂടി അതൊരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് നോക്കുക, L = KS+C എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ ചൂസ് ചെയ്യുക. L എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത് ആണ്, ലൈൻ ഓഫ് സൈറ്റിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, KS+C എന്ന് പറയുമ്പോൾ K ഇൻറ്റു S എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. അതായത് ACB ഈ 3 പോയിൻറ്റിൻ്റെ ഈ ഒരു ഇൻ്റർവെല്ലാണ് എന്ത്, അതായത് മുകളിൽ കിട്ടിയത് നമുക്ക് ഒരു 2.5 ആണ്, ഇവിടെ ഒരു 2.25 ആണ്, ഇവിടെ 2 ആണ് റീഡിങ് വന്നതെന്ന് വിചാരിക്കുക ലെവലിംഗ് സ്റ്റാഫിൽ. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലാണ് എന്ത് എസ് എന്ന് പറയുന്ന വാല്യൂ. അതായത് 2.5ൽ നിന്നും 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടും, 0.5 കിട്ടും. അതാണ് എസിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ A'(B') എന്ന് പറയുന്നത് എന്താണ്, A' ആണ് മുകളിൽ വരുന്ന പോയിന്റ്, താഴെ വരുന്ന പോയിൻ്റാണ് B'. A'(B') എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എസ്സിന് എന്ത് ചെയ്യുക, നമുക്ക് A'(B') എന്ന് കൊടുക്കാം. ഓക്കെ, അതേ പ്ലസ് സി എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു A'(B') കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, AB കോസ് തീറ്റ. അപ്പോൾ A'(B') സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് K ഇൻറ്റു AB കോസ് തീറ്റ പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, ഇനി AB എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് തന്നെയാണ്. ഇത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. AB എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ABക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് S എന്ന് കൊടുക്കാം. KS കോസ് തീറ്റ പ്ലസ് സി എന്ന് വരും L കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ L കണ്ടുപിടിച്ചിട്ട് വേണം ബാക്കി നമുക്ക് ശരിക്കും കണ്ടുപിടിക്കാനുള്ളത് ഡിസ്റ്റൻസ് ആൻഡ് എലിവേഷൻ. അതായത് ഡിയും
വിയും ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലിൻ്റെ വാല്യൂ കാണുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. ആ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഇത് ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റിൻ്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് സി, നമ്മുടെ ഹൊറിസോണ്ടലിൽ നിന്ന് സി, ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. ആ സിയിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എന്ത്, വി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഹൊറിസോണ്ടലിൽ നിന്ന് സെൻറ്റർ പോയിന്റിലോട്ടുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ ആയിട്ടും പറഞ്ഞിട്ടുള്ളത്, ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, അപ്പോൾ ആ ചെയ്തിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിലെ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡി ബൈ എൽ ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് ഏതാണ്, ഇവിടെ ഡി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് എൽ ആണ്. ഡി ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, എൽ ഇൻറ്റു കോസ് തീറ്റ. ഡി ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കുക, എല്ല് കാണാൻ നമ്മളിവിടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കെ എസ് കോസ് തീറ്റ പ്ലസ് സി. ഓക്കെ, അപ്പോൾ എല്ലിന് ആ വാല്യൂസ് ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു കെ എസ് കോസ് തീറ്റ പ്ലസ് സി, അത് ഇൻറ്റു ഈ കോസ് തീറ്റ. ഓക്കെ, ഇനി ഈ കോസ് തീറ്റനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു കെ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ഡെറിവേഷനും എക്സാമിന് ചോദിക്കാറുണ്ട് എപ്പോഴും. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം, അതായത് ഇതിൽ കെയുടെ സിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, കോൺസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ എസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും, തീറ്റയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എപ്പോഴും എക്സാമിന് പ്രോബ്ലം ചോദിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നോക്കുക, ആ ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ നേരത്തെ കോസ് തീറ്റയുടെ വാല്യൂ ആണ് കൺസിഡർ ചെയ്ത്. ഇനി സൈൻ തീറ്റയുടെ വാല്യൂ എടുക്കുക, അതായത് വി ബൈ എൽ കൺസിഡർ ചെയ്യുക. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വി ബൈ എൽ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി എങ്ങനെ കാണാം, എൽ ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മതി. വി ഇസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ. ഇനി എൽ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, എന്ത്, കെ എസ് കോസ് തീറ്റ പ്ലസ് സി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലിൻ്റെ അവിടെ വി ഇസ് ഈക്വൽ ടു കെ എസ് കോസ് തീറ്റ പ്ലസ് സി ഇൻറ്റു സൈൻ തീറ്റ. ഇനി സൈൻ തീറ്റനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കെ എസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സി സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നോക്കാം, നമുക്കറിയാം സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളതിൻ്റെ വാല്യൂ മാത്രം എങ്ങനെ എഴുതാം, ഈ രണ്ടിനെ ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ 2 തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ സൈൻ തീറ്റ കോസ് തീറ്റയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു കെ എസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് സി സൈൻ തീറ്റ. ഈ ഇക്വേഷന് യൂസ് ചെയ്യുക, ഈ ഇക്വേഷന് യൂസ് ചെയ്യുക. ഓക്കെ, തീറ്റയുടെ വാല്യൂ കിട്ടിയാൽ രണ്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോസ് തീറ്റ സൈൻ തീറ്റ വേറെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ സൈന് മാത്രം വെച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇത്. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ, അതായത് പ്രോബ്ലംസ് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഡിയും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് വിയും ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി അതിൽ സെക്കൻഡ് കേസ് പറയുന്നത്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിൽ, അതായത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് ഹില്ലി ഏരിയയുടെ മുകളിലും നമ്മൾ നിൽക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ താഴെയാണെങ്കിൽ എന്നുള്ള കേസാണ്. സെക്കൻഡ് കേസിൽ നേരെ തിരിച്ച്, അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ മുകളിലും അതുപോലെ തന്നെ ലെവലിംഗ് സ്റ്റാഫ് വയ്ക്കുന്ന പോയിന്റ് ഹില്ലി ഏരിയയുടെ താഴെ ഭാഗത്തുമായിട്ടാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എലിവേഷൻ ഓഫ് സ്റ്റാഫ് സ്റ്റേഷൻ, അതായത് നമ്മുടെ സ്റ്റാഫ് ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള ആ പോയിന്റിലെ എലിവേഷൻ അല്ല എന്ന് പറയുന്നത് ഒക്കെ എലിവേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനാണിത്. ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നമുക്ക് ഓൾറെഡി എലിവേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെക്കേണ്ടി വരും. അതേ പ്ലസ് എച്ച് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ ഓൾറെഡി ഇതുവരേക്കുള്ള എലിവേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് കൂട്ടുമ്പോൾ ഇതുവരേക്കുള്ള ഹൈറ്റ് കിട്ടി.
ഓക്കെ. അതിൽ നിന്നും V+R മൈനസ് ചെയ്യുക. ഈ ഒരു ഹൈറ്റിൽ നിന്നും V മൈനസ് ചെയ്യുക, R മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണോ വാല്യൂ വരുന്നത് അതാണ് നമ്മുടെ B എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള B എന്ന് പറയുന്ന പോയിൻ്റ് അല്ല, ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള ആ ഗ്രൗണ്ട് പോയിൻറ്റിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മറ്റേ കേസാണെന്നുണ്ടെങ്കിൽ V+R ആവും വരിക. ഓക്കെ, അത് ആഡ് ചെയ്യലാവും. ഇവിടെ വരുന്നത് മൈനസ് ചെയ്യലാണ്. ഓക്കെ, ഇത് താഴോട്ട് ഡിപ്രഷൻ ആയതുകൊണ്ടാണ് മൈനസ് ചെയ്ത് കൊടുക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്ലസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡിപ്രഷൻ ആംഗിളിൻ്റെ ഒരു കേസ് എക്സാമിനധികം ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ടാണ് ഈ ആംഗിൾസ് വരുന്നത്. ഫിഗറൊക്കെ മുകളിലുള്ള നേരെ താഴോട്ടാവും വരികയെന്നേ ഉള്ളൂ. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് താഴോട്ടാണ് എന്ത് ആംഗിൾ വരുന്നത്, ആംഗിൾ ഓഫ് ഡിപ്രഷനാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ മുകളിലോട്ടാണ് വരിക. ഓക്കെ, നോക്കുക, ആ ലൈൻ ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് V. സിയിൽ നിന്നും നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള താഴെ പോയിന്റ് ഗ്രൗണ്ട് ലെവലിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എപ്പോഴും Vയും Rയും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് ഫിഗർ അനുസരിച്ച് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക.